നമസ്കാരം. ഇനി നമുക്കങ്ങോട്ട് ജനപ്രിയ നായകൻ CM, ഇപ്പോൾ ജനപ്രിയ നായകനാണ് അദ്ദേഹം. കണ്ടില്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ മൂമെൻറ്റും? ജനങ്ങളുമായിട്ട് ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ കുട്ടികളും ന്യൂ ജനറേഷനും കൂടെ പറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക്. കുഞ്ഞുങ്ങളവരെ അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ചേർത്ത് പിടിക്കുന്നത്. അദ്ദേഹം ഓരോരോ കാര്യങ്ങളും അതിൻ്റേതായ സമയങ്ങളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വാക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ ക്ലിയറാക്കി, അംഗനവാടി ടീച്ചർമാരുടെ കാര്യങ്ങൾ ശരിയാക്കി, അംഗനവാടിക്കുള്ള പ്രീ പ്രൈമറിക്കുള്ളത് ഓഫറാക്കി, KSRTCയിലെ ഫ്രീ യാത്ര KSRTC സ്ത്രീകൾക്കുള്ള അതും ശരിയാക്കി, സിൽവർ ലൈൻ പദ്ധതി എടുത്തു കളഞ്ഞു. ഇത്രയും കാര്യങ്ങൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്യും പറഞ്ഞ സമയത്ത്. സാധാരണ കാര്യക്കൊരു സമയം എടുക്കും, അല്ലെങ്കിൽ അടുത്ത മാസമാവട്ടെ പിന്നത്തെ മാസമാവട്ടെ. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. തിരക്ക് പിടിച്ചാണ് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുവെക്കുന്ന ജനങ്ങൾക്ക് ഒരു പാഠമാണ് ഈ മുഖ്യമന്ത്രി. ഇനിയിപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ എത്ര സംഗതി ചെയ്താലും ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. നല്ലത് ചെയ്യുന്നവരെ നല്ലത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് പ്രേരിപ്പിക്കേണ്ടത്, അല്ലാതെ അവരെ ചെയ്യിക്കാതിരിക്കാനുള്ള മാർഗ്ഗമല്ല നോക്കേണ്ടത്. പക്ഷെ അദ്ദേഹം നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ പാലിക്കുന്നു. ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ ഭരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 10 വർഷം ഒരാൾ കണ്ടിന്യൂസായിട്ട് ഭരിച്ചു. അപ്പം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം ജനങ്ങളുമായിട്ട് ഭയങ്കരമായ അടുപ്പത്തിലാണ്. ഏത് ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ ഇതുവരെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനൊരു ചേർത്ത് പിടിക്കുന്നതോ, കുട്ടികളെയും കുഞ്ഞുങ്ങളെ ഷർട്ടിൽ എഴുതി കൊണ്ടുപോകുന്നു, കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രിയും കൂടാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നതാണ്, നമ്മൾ കണ്ടതാണ്. ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് സപ്പോർട്ടുമായി നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. കേരളം മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം നല്ലത് മാത്രം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സത്യത്തിൽ ആ പറഞ്ഞൊക്കെ പുള്ളിയെ കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഗെറ്റപ്പാണ്. പുള്ളി ആ കുട്ടി ചോദിച്ച മറുപടി കൊടുത്ത് കേരളം മൊത്തമല്ല ലോകം മൊത്തം വൈറലായിപ്പോയി. അത് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കും. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ലോകം മൊത്തം ഇതുപോലെ വൈറലാകും. ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും.